അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയുകയാണ്. കൂടുതൽ സമയം ഇനി നമ്മളിവിടെ ഇരിക്കുന്നില്ല. പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അൽഹംദുലില്ലാഹ്. പരിശുദ്ധ റമളാനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. റമളാനിന് മുമ്പ് നമ്മുടെ നാടുകളിലൊക്കെ വീട് വൃത്തിയാക്കുന്ന ഒരു ശൈലിയുണ്ട്. മലപ്പുറം ജില്ലയിലൊക്കെ നനച്ചുകുളി എന്നാണ് പറയുക. വീട് നല്ല വൃത്തിയാക്കി, നല്ല ഉഷാറാക്കി, വീട്ടിലെ എല്ലാ വേസ്റ്റുകളും ഒഴിവാക്കി ഉഷാറാക്കി പെയിന്റ് അടിച്ച് നല്ല ഗെറ്റപ്പ് ആക്കുന്ന പരിപാടിക്കാണ് നനച്ചുകുളി എന്ന് പറയും. നമ്മുടെ കർണാടകയിലൊക്കെ ആ പരിപാടി ഉണ്ട്. അപ്പോൾ അത് വീട് റമളാനിന് വേണ്ടി സ്വീകരിക്കാൻ വേണ്ടിയാണ്. നമുക്കും റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങണം. നമുക്കും വേണം ഒന്ന് ഫ്രഷ് ആകുക. നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. റമളാൻ വരുന്നതിന് മുമ്പായി എല്ലാ തെറ്റുകൾക്കും പടച്ച റബ്ബിനോട് മാപ്പ് ചോദിച്ചിട്ട് നല്ല ക്ലീനായ ഹൃദയം കൊണ്ട് റമളാനിനെ സ്വീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെയെങ്കിലും വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ അടുത്ത കൊല്ലം അല്ലെങ്കിൽ ഈ റമളാൻ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണം എന്ന് അവരോടൊന്ന് നിഷ്കളങ്കമായി ചോദിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടിമകളെ വേദനിപ്പിച്ചാൽ പടച്ചറബിന് അത് സഹിക്കൂല. പടച്ചറബിനോട് നമ്മൾ തെറ്റ് ചെയ്താൽ, പടച്ചറബ് ചെയ്യാൻ പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരും. എന്നാൽ നമ്മൾ അള്ളാഹുവിന്റെ അടിമയെ വേദനിപ്പിച്ചാൽ, ഏതെങ്കിലും ഒരു അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു അടിമയെ, അത് നമ്മളെ ഇടങ്ങാറാക്കിയ ഒരാളായിക്കോട്ടെ, നമ്മളെ കഷ്ടപ്പെടുത്തിയ ഒരാളായിക്കോട്ടെ, എത്ര ഇടങ്ങാറാക്കിയ ആളാണെങ്കിലും ആ മനുഷ്യനെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പടച്ച റബ്ബിന് ഇഷ്ടപ്പെടൂല എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ മരിക്കുന്നതിന് മുമ്പായി അഥവാ റമളാനിലേക്ക് കടക്കുന്നതിന് മുമ്പായി, ചിലപ്പോൾ നമ്മൾ മരണപ്പെട്ടാൽ അതിനു മുമ്പായി മാപ്പ് ചോദിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ രാജ് സയ്യിദായ റഹ്മാനെ, ഞങ്ങൾ ചൊല്ലിയതും കേട്ടതും പാടിയതും പറഞ്ഞതും എല്ലാം നീ ഖബൂലാക്കണം അല്ലാഹ്. അബേ നല്ല മനുഷ്യരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണം അല്ലാഹ്. മഹാനായ സാദാത്ത് തങ്ങളുപ്പാപ്പയുടെ ഉമ്മയുടെ പേരിൽ വർഷങ്ങളായി നടന്നു വരുന്ന ഈ ദർസ് അബേ നീ സന്തോഷത്തോടെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ മുന്നോട്ടു നീ കൊണ്ടുപോകണം അല്ലാഹ്. പ്രയാസങ്ങളും ഇടങ്ങേറുകളും ഒന്നുമില്ലാതെ നല്ല റാഹത്തോടെ ആ ഉമ്മാക്ക് വലിയ സന്തോഷം ഖബറിലേക്ക് ലഭിക്കുന്ന രൂപത്തിലുള്ള മനോഹരമായ ഇൽമിന്റെ കേന്ദ്രമാക്കി നീ മാറ്റിത്തരണം അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സാദാത്ത് തങ്ങളുപ്പാപ്പാക്ക്, ഇവിടെ പട്ടംതടുക്ക തങ്ങളുപ്പാപ്പ, സലാം തങ്ങൾ, ഒരുപാട് സാദാത്യങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകണം അല്ലാഹ്. എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണം അല്ലാഹ്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നവർക്ക് സലാമത്ത് നൽകണം അല്ലാഹ്. ഞങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് മുതൽ ഈ നിമിഷം വരെ ചെയ്ത തെറ്റുകളൊക്കെ നീ പുറത്തു തരണം അല്ലാഹ്. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കാണുന്നതെല്ലാം ഹറാമാണ് അല്ലാഹ്. ഞങ്ങളുടെ ഫോൺ തുറന്നാൽ ഞങ്ങൾക്ക് കാണേണ്ടി വരുന്നത് ഹറാമുകളുടെ കാഴ്ചയാണ് അല്ലാഹ്. പരിശുദ്ധ ഖുർആനിന്റെ ആപ്ലിക്കേഷൻ ഞങ്ങൾ തുറക്കുമ്പോൾ വരെ തോന്നിവാസ്യങ്ങളുടെ പരസ്യങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു അല്ലാഹ്. വഅദ് കേൾക്കുന്ന സമയത്ത് വരെ അനാവശ്യമായ ഫോട്ടോസും വീഡിയോസും നമ്മുടെ കൺമുന്നിലേക്ക് വരുമ്പോ ഹറാം കാണാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കണ്ണുകൾ അടക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. മോശപ്പെട്ട ചിത്രങ്ങളിലേക്ക് നോക്കുന്നതിന് തൊട്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. ഹറാം കണ്ട കണ്ണിൽ സ്വർഗത്തിന്റെ മനോഹാരിത കാണാൻ കഴിയൂലല്ലോ അല്ലാഹ്. ഹറാം കണ്ട കണ്ണുള്ള മനുഷ്യൻ ഹബീബിനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലാഹ്.
ഹബീബിനെ കാണാൻ പറ്റുന്ന കണ്ണാക്കി ഞങ്ങളുടെ കണ്ണിനെ നീ മാറ്റി തരണം അല്ലാഹ്. ഹബീബിനെ ചിന്തിക്കുന്ന ഹൃദയമാക്കി ഞങ്ങളുടെ ഹൃദയത്തെ നീ മാറ്റി തരണം അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.